കൂത്താട്ടുകുളം നഗരസഭ അവിശ്വാസ പ്രമേയ ചർച്ചയും അതിനിടെയുണ്ടായ നാടകീയ സംഭവങ്ങളുമാണ് ഇന്ന് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചത്. കൗൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവം നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷം ഉന്നയിച്ചു. അത് അവിടെയും നാടകീയ സംഭവങ്ങൾക്ക് അത് വഴിവെക്കുകയും ചെയ്തു. അടിയന്തര പ്രമേയമായ വിഷയം സഭയിലെത്തിയപ്പോൾ കൂത്താട്ടുകുളത്തേതുപോലെ തന്നെ നാടകീയ സംഭവങ്ങളാണ് സഭയിലും ഉണ്ടായത്. സ്ത്രീ സുരക്ഷ സംബന്ധിച്ച സർക്കാർ നിലപാട് ഇതാണോ എന്ന് അനൂപ് ജേക്കബ് MLA ചോദിച്ചു. കൗൺസിലറുടെ മകന്റെ പരാതിയിൽ 4 പേർ അറസ്റ്റിലായി എന്ന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. അതിൽ CPM ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ അതിൽ പ്രതികളായിട്ടുണ്ട്, അവർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് എന്ന് ഇന്ന് മുഖ്യമന്ത്രി തന്നെ സഭയിൽ മറുപടി നൽകുകയും ചെയ്തു. കൂത്താട്ടുകുളം നഗരസഭയിലെ അവിശ്വാസ പ്രമേയം, കൗൺസിലറെ തട്ടിക്കൊണ്ടുപോകൽ, പിന്നാലെ കലാരാജുവിന്റെ ആശുപത്രി വാസം, CPM പ്രവർത്തകർക്കെതിരെ കേസ്, അറസ്റ്റ്, രഹസ്യമൊഴി, എല്ലാത്തിനുമൊടുവിൽ സംഭവം കേരള നിയമസഭയിലെത്തി. അടിയന്തര പ്രമേയമായാണ് സ്ഥലം MLA അനൂപ് ജേക്കബ് വിഷയം ഉന്നയിച്ചത്. പിന്നീട് സഭയിൽ അരങ്ങേറിയത് നാടകീയ സംഭവങ്ങൾ. ഇവിടെ പാർട്ടിയുടെയും മുന്നണിയുടെയും ഭാഗമായി നിൽക്കുന്നയാളെ മറ്റു തരത്തിൽ പ്രലോഭിപ്പിച്ച് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. സ്വന്തം പാർട്ടി തന്നെ നടത്തിയത് സമാനതകളില്ലാത്ത അധിക്ഷേപമാണെന്നും ഇതാണോ മുഖ്യമന്ത്രി പറയുന്ന സ്ത്രീ സുരക്ഷ എന്നുമായിരുന്നു അനൂപ് ജേക്കബിന്റെ ചോദ്യം. തെറ്റ് ചെയ്തവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉത്തരം. കലാരാജുവിൻ്റേത് കാലുമാറ്റമെന്ന പിണറായി വിജയൻ. ആ കാലുമാറ്റത്തെ അതേ രീതിയിൽ അംഗീകരിച്ചു കൊടുക്കലാണോ? അതാണോ ചെയ്യേണ്ടത്? ഏതൊരംഗവും അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ രാജിവെച്ച് പോകേണ്ടതല്ലേ? കാലുമാറ്റമുണ്ടായാൽ തട്ടിക്കൊണ്ടുപോകലാണോ എന്ന് പ്രതിപക്ഷ നേതാവ്. സ്വന്തം പക്ഷം നിൽക്കുന്ന ആളുകൾക്ക് ഇതാണ് ഗതികേടെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം എന്താകുമെന്ന് VD സതീശൻ. കൗരവസഭയിൽ പണ്ടുണ്ടായപ്പോൾ അന്ന് ദുശാസനന്മാരായിരുന്നു. ഇന്ന് ഈ കാര്യം സംസാരിക്കുമ്പോൾ, നിങ്ങൾ ബഹളമുണ്ടാക്കുമ്പോൾ നിങ്ങൾ ചരിത്രത്തിൽ അഭിനവ ദുശാസന്മാരായി മാറും എന്ന് മറക്കണ്ട. പ്രസംഗം ഭരണപക്ഷം ആവർത്തിച്ചതോടെ പ്രതിപക്ഷ നേതാവ് ക്ഷുഭിതനായി. സ്പീക്കറുമായി സതീശന്റെ കൊമ്പ് കോർക്കൽ. കോലഞ്ചേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെത്തി രഹസ്യമൊഴി നൽകാനായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്നും കലയ്ക്ക് ലഭിച്ച നിർദ്ദേശം. ആരോഗ്യം വഷളാകുമെന്ന് ഡോക്ടർമാർ പറഞ്ഞതിനെ തുടർന്ന് കല കോലഞ്ചേരിയിലെത്തിയില്ല. കലയുടെ കാലുമാറ്റത്തെയും പാർട്ടിക്കെതിരായ ആരോപണങ്ങളെയും രാഷ്ട്രീയമായി നേരിടാനാണ് CPIM തീരുമാനം. CPIM ഏരിയ സെക്രട്ടറി അടക്കം 45 പേരെ പ്രതി ചേർത്താണ് പോലീസ് കേസെടുത്തിരുന്നത്. CPIM ചെല്ലക്കപ്പടി ബ്രാഞ്ച് സെക്രട്ടറി അരുൺ, പാർട്ടി പ്രവർത്തകരായ ടോണി, റിൻസ്, രഞ്ജിത്ത് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മൂവാറ്റുപുഴ കോടതിയിലെത്തിച്ച് റിമാൻഡ് ചെയ്തു. തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ കോൺഗ്രസ് എന്ന് ആവർത്തിക്കുകയാണ് പാർട്ടിയും സംസ്ഥാന സെക്രട്ടറിയും. കോൺഗ്രസിന്റെ തട്ടിക്കൊണ്ടുപോയത് കാരണം കോൺഗ്രസിന്റെ ഭാഗത്തല്ലേ ആളെ കൊണ്ടുപോയത്. അത് നേരത്തെ പറഞ്ഞല്ലോ, ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞല്ലോ, അവിടെ CPIMന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളെ തട്ടിക്കൊണ്ടുപോയതാണ്. പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണത്തിന് പിന്നാലെ CPIM രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. സ്വന്തം പാളയത്തിലെ വനിതയ്ക്കുണ്ടായ അപമാനത്തെ ആയുധമാക്കുകയാണ് കോൺഗ്രസ്. തരത്തിൽ പ്രലോഭിപ്പിച്ച് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. എന്തായാലും കൂത്താട്ടുകുളം വിഷയം അങ്ങനെയൊന്നും തീരില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് നിലവിലെ സംഭവവികാസങ്ങൾ. പാർട്ടിക്കെതിരായുള്ള വിമർശനങ്ങൾ കല തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കലയുടെ കാലുമാറ്റത്തിന് കാരണം പാർട്ടി തന്നെയാണോ എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. കൊച്ചിയിൽ നിന്നും YS അഭിനന്ദ്, 24. പൊതുജനം കഴുതയല്ല സാർ.